ഞങ്ങൾ അവിടെ കണ്ട കാഴ്ച എന്താണെന്ന് എനിക്കറിയോ? പറഞ്ഞാൽ താൻ വിശ്വസിക്കോ? എടോ, തെക്കനിയിലെ തമിഴത്തിയെ ഞങ്ങൾ നേരി കണ്ടടോ. ദാസപ്പനും കാട്ടുപറമ്പനും ഒക്കെ സാക്ഷികളാ. നീ കണ്ട കാര്യം പറയടാ. തമ്പുരാനെ, കൈവിടല്ലേ, എന്നെ ചേർത്തു വെക്കണേ. എന്നെ ചേർത്തു വെക്കണേ. ഇന്ത്യയിൽ ഒരിടത്തും എനിക്ക് രക്ഷയില്ല. താൻ എനിക്കൊരു കള്ള പാസ്പോർട്ട് സംഘടിപ്പിച്ചതാ. ഞാൻ വല്ല മലയാളിലോ സിംഗപ്പൂരിലോ എവിടെങ്കിലും പോയി വല്ല കൂലിപ്പണിയും ചെയ്ത് ജീവിച്ചോ. നമുക്കിനി കുറച്ചു നേരം നട്ടു നിവർന്നൊന്നിരിക്കാം. ദൈവത്തിന്റെ മുമ്പിലാണ് ഞാൻ. എന്നെ അറിയുന്ന എന്റെ തമ്പുരാന്റെ മുമ്പിലാണ് ഞാൻ. എന്റെ കൺമുമ്പിൽ തമ്പുരാനെ, എന്താടാ കുട്ട, കൈവിടല്ലേ. പറയാൻ വല്ലതുകൊണ്ട് നേരെ പറ. പൂപ്പൻ താടി പോലെ പറന്നു പറന്നു പോകണമെന്ന് ആഗ്രഹമുണ്ട്. ഇതെന്താണ് ഇപ്പോ ഒരു പുതുമ? പറക്കാൻ പറ്റണില്ല. ഇനി ഒരെണ്ണം ഇരുത്തി വലിച്ചേ. എന്റെ ഈ വിഷമങ്ങളൊക്കെ വലിച്ചെറിഞ്ഞെറിഞ്ഞ് ഈ ലോകത്തിലൂടെ ഫ്രീ ആയിട്ട് നടന്നു പോണം. ഭേദം ഈ കായലിറങ്ങി വളി വിടുന്നതാ. രണ്ട് കൊമളെങ്കിലും പൊന്തി വന്ന് എന്ന് പൊട്ടു. ആ കുട്ടിയുടെ അവസ്ഥ വിവരിക്കാൻ ഇതിനേക്കാൾ നല്ല ഡയലോഗ് ഇല്ല സർ. മർക്കട മുഷ്ടിയുള്ള ചില തീരുമാനങ്ങളുണ്ട് എന്റെ ജീവിതത്തിൽ. മർക്കട മുഷ്ടിയുള്ള ചില തീരുമാനങ്ങൾ മാറ്റി പറയാൻ പറ്റൂ? എനിക്കിങ്ങനെ അറിയുള്ളൂ. പാട്ടി എടുത്തുപോയ ചില തെറ്റായ തീരുമാനങ്ങളുടെ പേരിൽ ഇപ്പോഴും ഞാൻ ദുഃഖിക്കുകയാണ്. വിട്ടവളി ആന പിടിച്ചാ കിട്ടൂ. എന്നെ ചേർത്തു വെക്കണേ. ഇത്രയും വലിയ കുരിശ് ചുമക്കേണ്ടി വരുമെന്ന് വിചാരിച്ചില്ല. സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. പറ്റാണ്ടായിരിക്കണോ എനിക്ക്? എനിക്ക് ചൊറിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. വയ്യണ്ടായി. പറ്റാണ്ടായിരിക്കണോ എനിക്ക്? വയ്യണ്ടായി. പറ്റാണ്ടായിരിക്കണോ എനിക്ക്? നിർത്തിക്കോ, ഇവിടെ വെച്ച് നിർത്തിക്കോ. ഞാൻ എന്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ചിരിക്കുക. വയ്യണ്ടായി. പെണ്ണല്ലേന്ന് വിചാരിച്ചിട്ടാ, അല്ലെങ്കിൽ ഒരെണ്ണം കിട്ടുന്നുണ്ടല്ലോ. വലിച്ചു കീറി അടുപ്പത്ത് വെച്ച് വെള്ളം ഒഴിച്ച് പുഴുങ്ങി ഇറക്കി വെച്ചിട്ട് മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ച് ചുട്ട് എന്റെ കൊക്കിന് ജീവനുണ്ട്. 24 മണിക്കൂറാണ് നിന്നെ ഇറക്കി വിടി. കൈവിടല്ലേ. എന്റെ അമ്മായിയമ്മടെ